ഹലോ. ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. നമ്മളെ കൊണ്ടൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് ഹോസ്പിറ്റലുകളിലേക്ക് ഫുഡ് കൊടുക്കുക. ഒരു 10 പൊതിച്ചോറ് അല്ലെങ്കിൽ 5 പൊതിച്ചോറ് നമ്മളെ കൊണ്ട് കഴിയുന്നത് എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കുക. കുറച്ച് ദിവസം മുന്നേ ഇവിടെ വന്നിട്ട് അവർ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇന്ന ഡേറ്റിന് പറഞ്ഞു. അപ്പോൾ ആ മോനാണ് ഉണ്ടായിരുന്നത്, മനുവിനോടാണ് പറഞ്ഞത്. അപ്പം മനു ആ അമ്മേനോട് പറയാ പറഞ്ഞു. ഞാൻ ഉണ്ടായിരുന്നില്ല ഇവിടെ വീട്ടിൽ. അങ്ങനെ പിന്നെ അന്ന് ശനിയാഴ്ചയായിരുന്നു കൊടുക്കേണ്ട ദിവസം വന്നിരുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഇതായിട്ട് തന്നെ രാത്രി തന്നെ എല്ലാ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ച് മോര് കൂട്ടാൻ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ ചേനയും കായൊക്കെ മുറിച്ച് തേങ്ങയൊക്കെ ചിരകി തൈരൊക്കെ കൂട്ടി പച്ചമുളകും ഒക്കെ കൂട്ടി അരച്ച് അങ്ങനെ മോര് കൂട്ടാൻ ഉണ്ടാക്കി. പിന്നെ പയർ മുറിച്ചിട്ട് പയറുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ കൊടുക്കുക. പിന്നെ അന്ന് നോക്കുമ്പോൾ എന്താ വെച്ചാൽ മീനൊന്നും കിട്ടിയില്ല. കുറേ നോക്കി ബാബേട്ടൻ വരുന്ന സമയത്ത് കിട്ടുകയാണെങ്കിലോ വിചാരിച്ചിട്ട് മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇനി കോഴിമുട്ട വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കോഴിമുട്ട ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ നിന്നു. അങ്ങനെ പയറുപ്പേരി ഉണ്ടാക്കി. ഉപ്പേരിക്ക് ആദ്യം കറിയിലേക്ക് വറുത്തിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പേരിക്ക് വെച്ചു. പയർ ഉപ്പേരി ഉണ്ടാക്കി. അത് കഴിഞ്ഞ് പിന്നെ കോഴിമുട്ട ബുൾസൈ ആംബ്ലേറ്റ് ആക്കിയിട്ട് ഓരോന്ന് പൊതിച്ചോറല്ലേ അപ്പോൾ അങ്ങനെ കൊടുക്കുക, അങ്ങനെ ഇലയിൽ വയ്ക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കി. പിന്നെ ഇവിടെ അമ്മ അച്ചാറൊക്കെ മാങ്ങ കൊണ്ട് അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അതൊക്കെ മതിയല്ലോ നമുക്ക് ഒരു നേരം. അങ്ങനെ ഒന്നും അങ്ങനെ കിട്ടാഞ്ഞിട്ടെന്നല്ല, അങ്ങനെ ഹോസ്പിറ്റലുകളിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ നമുക്കൊരു നേരത്തെ ഫുഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. എന്തായാലും എത്ര ഇതായാലും നമുക്ക് ബുദ്ധിമുട്ടുകൾ, ഹോസ്പിറ്റലുകളിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. ചിന്തിച്ചാൽ തന്നെ പല പല അസുഖങ്ങൾ വന്നിട്ട് കിടക്കുന്ന ആൾക്കാരും അവർക്ക് വേണ്ടിയിട്ട് അവരെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് വലിയൊരു കാര്യമായിട്ടാണ് കേട്ടോ എനിക്കൊക്കെ തോന്നുന്നത്. പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എന്താപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഇപ്പം നമ്മൾക്ക് കഴിയുന്നത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പിന്നെ മനു ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് എനിക്ക് ഇലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് ഇതാക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ആയിരുന്നു. അപ്പോൾ പിന്നെ അവനും ലീവുള്ള ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ അവനും ഹെൽപ്പ് ചെയ്ത് ഇലയൊക്കെ വെട്ടാനും ഒക്കെ ആക്കിയിട്ട് റെഡിയാക്കി 11 മണിയാകുമ്പോഴേക്കും അവർ എത്തും എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അങ്ങനെ ഓരോ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അവർ ഒന്നിച്ച് വണ്ടിയിലായിട്ട് അങ്ങനെ കൊണ്ടു കൊടുക്കുക അത്ര ചെയ്യാറ് എന്ന് അങ്ങനെയാണ് പറഞ്ഞത് അവർ. അങ്ങനെ പിന്നെ ഞാനത് ഒക്കെ പൊതിയാനും ചോറൊക്കെ വെച്ച് പൊതിയാൻ മനും കൂടി ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങനെ അവർ ഈ കറിയാക്കാൻ വേണ്ടിയിട്ടുള്ള കവറൊക്കെ കൊണ്ട് തന്നിരുന്നു തലേ ദിവസം തന്നെ. അപ്പോൾ പിന്നെ അതിൽ കറിയൊക്കെ ആക്കി എന്നിട്ട് പിന്നെ അതിൽ തന്നെ വെച്ചിട്ട് ഇലയിൽ തന്നെ ഒരു സൈഡിലാക്കി വെച്ച് ഉപ്പേരിയും അച്ചാറും പിന്നെ കോഴിമുട്ടയും ഒക്കെ വെച്ചതിൻ്റെ ശേഷം ഈ കറി ഒരു സൈഡിലാക്കി വെച്ചിട്ട് ഇലയിൽ തന്നെ വെച്ചിട്ട് പൊതിഞ്ഞെന്നാൽ പിന്നെ അവർക്ക് എടുക്കുന്നവർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ പൊതിഞ്ഞു കൊടുത്ത്. ഇപ്പോൾ അധികം ഹോസ്പിറ്റലുകളിലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നതും ഇതായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇങ്ങനെ വീഡിയോ ആക്കി ഒന്ന് എടുക്കുക. ഞാൻ ആദ്യം ഷോർട്സ് ആയിട്ട് ഇടാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ വിചാരിച്ചു ഇത് അങ്ങനെ എടുത്തതായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ ആക്കിയിട്ട് തന്നെ അങ്ങനെ എടുക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കിയതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നല്ലതല്ലേ, നമുക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് വലിയൊരു ഇതാണ്. അങ്ങനെ പിന്നെ ഞാൻ ഇലയിലൊക്കെ പൊതിഞ്ഞ് ഇതായി. പിന്നെ അധികം അമർത്തി ഇതാക്കിയില്ല, ഇനി എന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ എന്നിട്ട് പിന്നെ അതിൻ്റെ ഇല എനിക്ക് വലിയ അറിയുകയൊന്നുമില്ല അങ്ങനെ പൊതിച്ചോറുണ്ടാക്കാനൊന്നും. ഇത് കണ്ടപ്പോൾ പിന്നെ കൗശിക്ക് ഇതിങ്ങനെ ഒരുപാട് എണ്ണം വെച്ചിട്ട് ഇതാക്കിയപ്പോൾ കൗശിക്കും വേണം അന്ന് പൊതിച്ചോറ് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഞങ്ങൾക്കുള്ളതും അങ്ങനെ തന്നെ പൊതിഞ്ഞ് വെക്കുക ചെയ്തത് അന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ ആക്കി വെച്ചു. കൊറോണേൻ്റെ സമയത്തൊക്കെ ഒരുപാട് അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ റോഡുകളിലൊക്കെ ഇങ്ങനെ ഒന്നും കിട്ടില്ലല്ലോ, കടകളോ ഒന്നും ഉണ്ടാവില്ലല്ലോ. ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവർ വന്നു. മക്കളായിരുന്നു അവരെ ഏൽപ്പിച്ചതാ തോന്നുന്നുണ്ട് അവരൊക്കെ. അങ്ങനെ പിന്നെ വന്ന് കൊണ്ടുപോയി അവർ. ഇതൊക്കെയാണ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഓരോരോ നല്ല ഉപകാരങ്ങൾ. ഇതിങ്ങനത്തെയൊക്കെയാണ്. അതുകൊണ്ട് എല്ലാവരും കഴിയുന്നതും അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക.
അപ്പം ഇന്ന് ഇതൊക്കെയാണ് വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.